മൂവാറ്റുപുഴയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ആഘോഷമായി ഒരുമിച്ചിരുന്ന് കളി കാണുന്നതിനുള്ള സൗകര്യമൊരുക്കി മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ്. മൂവാറ്റുപുഴ ടൗൺ ഹാൾ ഗ്രൗണ്ടിലെ സ്റ്റേജിൽ 120 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള LED സ്ക്രീനിനൊപ്പം 4000 സ്ക്വയർ ഫീറ്റ് പന്തലുമാണ് ഫുട്ബോൾ ക്ലബ്ബ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫിഫ വേൾഡ് കപ്പ് ഒരുമിച്ചിരുന്ന് ആഘോഷമായി കാണുവാൻ മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് വേദി ഒരുക്കിയിരിക്കുന്നു. മൂവാറ്റുപുഴ ടൗൺ ഹാൾ ഗ്രൗണ്ടിലെ സ്റ്റേജിൽ 120 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള LED സ്ക്രീനിനൊപ്പം 4000 സ്ക്വയർ ഫീറ്റ് പന്തലും 500 പേർക്കുള്ള ഇരിപ്പിടവും മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ സജ്ജമാക്കിയിട്ടുണ്ട്. വേൾഡ് കപ്പ് അവസാനിക്കും വരെ എല്ലാ ദിവസവും കളി കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് എൽദോ ബാബു വട്ടക്കാവനും സെക്രട്ടറി സാബു പി വാഴയിലും അറിയിച്ചു. ദീപാലങ്കാരം ഉൾപ്പെടെ അവിടെ ഒരു വലിയൊരു ആഘോഷമായി ചെറുപ്പക്കാർക്ക് ഫുട്ബോളിലുള്ള കമ്പം വലിയൊരു ആവേശമായി നടത്താനാണ് ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാന മത്സരങ്ങൾ വരുമ്പോൾ വലിയ നിലപങ്കാളിത്തം ഉണ്ടാവും. അതായത് അർജന്റീന, ബ്രസീല്, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിന്, അങ്ങനെയുള്ള പോർച്ചുഗൽ പോലുള്ള പ്രധാന ഫാൻസ് ഉള്ള ടീമുകൾക്ക് വലിയ പങ്കാളിത്തം ഉണ്ടാവും. ഇത് അപൂർവമായി കേരളത്തിലെ സ്പോർട്സ് വകുപ്പ് അല്ലെങ്കിൽ അങ്ങനെ സർക്കാരിന്റെ പല കേന്ദ്രങ്ങളല്ലാതെ സ്വകാര്യമായി ഇത്രയും വലിയ LED വാള വെച്ച് ഇത്തരത്തിലുള്ള അവസരം കൊടുക്കുന്നത് അപൂർവമായിട്ടാണ്. ഈ പന്തൽ മഴ ഈ തവണ കനത്തു, കഴിഞ്ഞ പന്തലില്ലായിരുന്നു. ഇത്തരം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് 4000 സ്ക്വയർ ഫീറ്റ്, അതായത് 500 പേർക്ക് ഇരിക്കാൻ മഴ പെയ്താലും ഇന്ന് കാണാൻ പറ്റുന്ന പന്തലാണ് ഇന്ന് അവിടെ വരുന്നത്. പൂർണ്ണമായി ആളുകളുടെ പിന്തുണയോടെ ആണ്. സർക്കാരിന്റെ ഒരു സഹായമില്ല, മുനിസിപ്പാലിറ്റി സർക്കാർ സഹായം അല്ലാതെ നമ്മൾ ജനങ്ങളുടെ പിന്തുണയോടെയാണ് ഈ പദ്ധതി മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് തയ്യാറാക്കുന്നത്. വിവിധങ്ങളായ ടൂർണമെന്റുകളും മറ്റും കടന്നു വരേണ്ട മൂവാറ്റുപുഴയിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ മൂവാറ്റുപുഴ പ്രദേശത്തെ ഫുട്ബോൾ പ്രേമികളെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് ആവാഹിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ എല്ലാ ക്ലബ്ബുകളും ചെറുതും വലുതുമായ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും മൂവാറ്റുപുഴയുടെ ഹൃദയഭാഗത്ത് എല്ലാവർക്കും വന്നു ചേരാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി കഴിഞ്ഞ വർഷം ചെയ്തതിനേക്കാൾ മികവുറ്റ രീതിയിൽ കഴിഞ്ഞ വേൾഡ് കപ്പിന് നമ്മൾ ചെയ്തപ്പോൾ പന്തലിടേണ്ടതില്ലായിരുന്നു. കാരണം മഴയുടെ അത്രമാത്രം പ്രശ്നമില്ല. ഇപ്പോൾ ചോരാത്ത മഴ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ 40 ദിവസക്കാലത്തേക്ക് മൂവാറ്റുപുഴ ടൗൺ ഹാളിന്റെ മുറ്റത്ത് പന്തൽ സജ്ജമാക്കിക്കൊണ്ട് തന്നെ മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് മുന്നോട്ട് പോകും. വേൾഡ് കപ്പ് മത്സരത്തിന്റെ ആവേശം എല്ലാ മേഖലകളിലും ഉയർത്താൻ മൂവാറ്റുപുഴയുടെ വിവിധ മേഖലകളിൽ ഫുട്ബോൾ സൗഹൃദ മത്സരങ്ങൾ സംഘടിപ്പിക്കും. കടാതി കളിക്കൂട് ടർഫിൽ മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലേഴ്സും പായിപ്ര പഞ്ചായത്ത് മെമ്പർമാരും തമ്മിൽ നടന്ന മത്സരത്തിൽ മുനിസിപ്പൽ കൗൺസിൽ ടീം വിജയിച്ചു. ഫിഫ മാനദണ്ഡപ്രകാരം പണിതുകൊണ്ടിരിക്കുന്ന മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയം കേരളത്തിലെ മികച്ച ഫുട്ബോൾ സ്റ്റേഡിയമായി മാറുമ്പോൾ മൂവാറ്റുപുഴയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനും പുതിയ തലമുറയെ ഫുട്ബോളിലേക്ക് ആകർഷിക്കുന്നതിനായി മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് അക്കാദമി കഴിഞ്ഞ 14 വർഷമായി കുട്ടികൾക്കായി കോച്ചിംഗ് ക്യാമ്പുകൾ നടത്തിവരുന്നതായും ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.